സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ കോട്ടപ്പള്ളിയിലെ വയോജന കേന്ദ്രം വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്നതിൽ പ്രതിഷേധം ശക്തം. 2018-19 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി 16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോട്ടപ്പള്ളി ടൌണിൽ വയോജന കേന്ദ്രം നിർമ്മിച്ചത്. 2020 ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റിയാണ് പണി ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത്. അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പണി പൂർത്തിയായ കെട്ടിടം ഉദ്ഘാടനം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർന്ന് വന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ കാരണം കാട് മൂടിക്കിടക്കുന്ന വയോജന കേന്ദ്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ആവശ്യമായ ഇടപെടൽ നടത്താനോ തുറന്നു കൊടുക്കാനോ 4 വർഷം കഴിഞ്ഞിട്ടും തയ്യാറായിട്ടില്ല എന്നതും ഭരണസമിതിയുടെ പോരായ്മയാണെന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ ബൽറാം മാസ്റ്റർ കുറ്റപ്പെടുത്തി. വയോജനങ്ങളുടെ സംരക്ഷണം ജനാധിപത്യ ഭരണ സംവിധാനങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി പരിഗണിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വികാസത്തിൻ്റെ ഫലമായി ആപേക്ഷികമായി വയോജനങ്ങൾ കൂടുതലുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങളുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ വയോജനങ്ങളുള്ളത്. നാടിൻ്റെ സാമ്പത്തിക സാമൂഹ്യ വികസനത്തിനാവശ്യമായ സർക്കാർ പണം ചെലവഴിക്കൽ അതിന് പ്രത്യേകമായി തയ്യാറാക്കിയ നിബന്ധനകളിലും വയോജനങ്ങളുടെ പരിരക്ഷയ്ക്കാവശ്യമായ വിവിധ സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടൽ നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇവിടെ സഖാവ് മോഹനൻ സൂചിപ്പിച്ച ഈ വയോജന കേന്ദ്രം നിർമ്മിക്കാൻ വേണ്ടി 2018 നീക്കിവെച്ച 16 ലക്ഷം രൂപ സർക്കാരിൻ്റെ നിബന്ധന അനുസരിച്ച് വയോജനങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട തുകയാണ്. വയോജന സംരക്ഷണത്തിന് ഓരോ വർഷവും മാറ്റിവെച്ച തുകയാണ് ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി അന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തും ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഉപയോഗക്ഷമമല്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുക എന്നാണ് അർത്ഥം. ഇപ്പോൾ തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഒരു കെട്ടിടം ഉപയോഗക്ഷമമായ രൂപത്തിൽ നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷവും അത് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ നിർമ്മിച്ചത് ആ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അതിന് നിയമപരമായി ചുമതലപ്പെട്ട സംവിധാനം എന്നുള്ള നിലക്ക് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നിലവിൽ കെട്ടിടം കാട് മൂടിക്കിടക്കുകയാണ്. ചുറ്റുമതിലിൽ വലിയ വിള്ളൽ വീണ് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ സ്ഥിതിയാണ്. ഇഴജന്തുക്കളുടെയും മുള്ളൻ പന്നിയുടെയും പട്ടികളുടെയും വിഹാര കേന്ദ്രമായി ഈ സ്ഥാപനം മാറിയിരിക്കുന്നു. വയോജനങ്ങളുടെ ക്ഷേമം കണക്കാക്കി നിർമ്മിച്ച കെട്ടിടത്തോട് കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് കേന്ദ്രത്തിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. പരിപാടിയിൽ മുൻ തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ മോഹനൻ, ആർ കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സീനിയർ സിറ്റിസൺസ് ഫോറം അംഗങ്ങളായ എൻ കെ രാജൻ, എം പി ബാലൻ, സി എം ശിവദാസൻ എന്നിവർ നേതൃത്വം നൽകി. വാർഡ് മെമ്പർ ഹംസ വായേരി അധ്യക്ഷനായി.